ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിൻഹു ടു ഗായ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നിങ്ങൾ ഇതിന്റെ മുമ്പ് ഒരു ഷോർട്ട് ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ടേക്ക് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്ലീപ്പിംഗ് ചലഞ്ച് ഫോർ 24 hours ആണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് തുടങ്ങുന്നത് 12 മണിക്ക്, നമ്മൾ ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് 10 മണിക്കാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ സ്വന്തം അനിയനെയും കൂടെ കൂട്ടുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടെയാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. പിന്നെ ഒരു കമന്റ് കൂടെ ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ എന്താക്കുക 12 മണിയായിട്ട് കാണാം ഗൈസ്. അപ്പോൾ 12 മണിയായിരിക്കാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചലഞ്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഞാനും എൻ്റെ അനിയനും കൂടെ നമ്മുടെ നോ സ്ലീപ്പിംഗ് ചലഞ്ചാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സമയം കണ്ടോ, 12:03 ആയിരിക്കാണ്. നമ്മളെന്താക്കുക ഉറങ്ങല്ലാണ്ട് ബാക്കിയുള്ള എന്തും ചെയ്യാന്നാണ് നമ്മളെ ഈ ചലഞ്ചിന്റെ പ്രത്യേകത. നോ സ്ലീപ്പിംഗ് ചലഞ്ച് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ പറയുകയാണ് ഗൈസ്. നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഒരു മൂവി കാണാണ്ട്. അപ്പൊ ഈ മൂവി കണ്ടു കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഒരു 2.5 മണിക്കൂറാണ് ഒരു സിനിമ മുറവിലുണ്ടാകുക. മൂവി കണ്ടു കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ടൈം 2:30 ഒക്കെ ആവും. അപ്പൊ എന്താ ഗൈസ്, 2:30-3:30 ഒക്കെ ആകുമ്പോൾ സിനിമ കണ്ടിട്ട് വരാം ഗൈസ്. അപ്പൊ നമ്മള് ഒരു മൂവി ഒക്കെ കണ്ട് വരുന്നതാണ്. ടൈം ഇതാ നിങ്ങൾ നമുക്ക് 2:45 ആയിരിക്കാണ്. അപ്പോൾ എന്തൊക്കെ ഇപ്പോൾ വീട്ടിലെല്ലാവരും ഉറങ്ങിയിട്ടുണ്ട്. ഞാനും ഇനി മാത്രം ചലഞ്ച് ചെയ്യാണ്. ഇതും ആർക്കും അറിയില്ല നമ്മൾ ചലഞ്ച് ചെയ്യുന്നുണ്ട് എന്നൊന്നും. ആരോടും പറയാണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതായത് നമ്മളെ ഇത്രയും നേരം വെറുതെ ഇരുന്നായിട്ട് കുറച്ച് വെള്ളം കുടിക്കുന്ന ഒരു പരിപാടിയാണ്. ചിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം സെറ്റ് ആക്കിയിട്ടുണ്ട്. അത് ഐസ്ക്രീം അല്ല ഗൈസ്, ചിപ്സ് ആണ്. ഗൈസ് അപ്പോൾ ഫുള്ളായിട്ടും തോന്നുന്ന കാണിക്കുന്നില്ല. നേരം പുറത്തേക്കുണ്ടെങ്കിൽ നമുക്ക് പുറത്തൊക്കെ പോകാൻ പറ്റുമല്ലോ. അപ്പോൾ എന്തായാലും ഗൈസ് ഇത് കഴിഞ്ഞിട്ട് കാണാൻ പോയി ടൈം കൊണ്ട്. അപ്പോൾ ഇനി എന്തായാലും അടുത്ത പരിപാടി എന്താ വെച്ചാൽ ഒരു 3 മണി 4 മണി വരെയൊക്കെ നമ്മളെന്തായാലും എങ്ങനെയെങ്കിലും ടൈം പോക്കിയേ പറ്റുള്ളൂ. അപ്പോഴത്തേക്ക് നമ്മളെന്തായാലും ഗെയിം കളിച്ചു അങ്ങനെയൊക്കെ ടൈം പോക്കിയിട്ടായിട്ട് എന്താക്കാം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ കാണാം ഗൈസ്. അപ്പോൾ ഫൈനലി നമ്മുടെ എന്താ പറയുക ടൈം ഇതാ 5:26 ആയിരിക്കുകയാണ്. അപ്പോൾ എന്താ നമ്മൾ കുറേ നേരം വീണ്ടും ഫോണിലും ഗെയിം കളിച്ചു, പിന്നെ സിനിമ കണ്ടു, പിന്നെ റീലൊക്കെ കണ്ടൊക്കെ ഞാൻ കുറച്ചൊരു ടൈം സ്പെൻഡ് ആക്കി. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക, ഒരു ബിസ്ക്കറ്റ് ഉണ്ടാവുകയാണ്. എന്താ പറയുക, കുറച്ച് വെള്ളം കൂടെ കുടിക്കുകയാണ്. ഗായ്സ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഉറങ്ങാണ്ടിരിക്കുക അതൊരു വല്ലാത്തൊരു സീരിയസ് സംഭവമാണ്. നമ്മൾ നോർമലി ചില സമയത്തൊക്കെ 12 മണി 2 മണി 1 മണി 3 മണിയൊക്കെ വരെ ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേസ്. പക്ഷേ നമ്മളിങ്ങനെ ഒരു ചലഞ്ചായിട്ട് ഉറങ്ങാണ്ടിരിക്കുന്നൊരു വീഡിയോ ഇടാൻ നോക്കുമ്പോൾ കേസ് ഇതൊരു വല്ലാത്ത ടാസ്ക്കാണ്. എന്താ വെച്ചാൽ നോർമലി നമ്മൾ 3 മണി 4 മണി വരെ ഫോൺ നോക്കിയിട്ടുണ്ടെങ്കിലും അപ്പോൾ ഉറങ്ങുമല്ലോ. 4 മണിക്ക് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ 5 മണി 6 മണി 7 മണി 8 മണി 9 മണി 10 മണി 11 മണി 12 മണി അപ്പം തന്നെ കിട്ടും 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഉറക്കോ. 25 ആണല്ലോ. കുറച്ചുകൂടെ നേരം നമ്മളെങ്ങനെയെങ്കിലൊക്കെ ടൈം പാസ് ആക്കട്ടെ ഗൈസ്. അതിനുശേഷം കാണാം ഗൈസ്. അങ്ങനെ ഫൈനലി ഇതാ ഇപ്പോൾ ടൈം ഇതാ നിങ്ങൾ നോക്കിക്കോളൂ, 6:43 ആയി. അപ്പോൾ നമ്മൾ നേരത്തെ 5 എത്ര മണിയായിരുന്നു നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ പുറത്തത്തെ കാഴ്ച കാണിച്ചത് ഗൈസ്. നേരൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 6 എത്ര ആയിരിക്കും. അങ്ങനെ ഇപ്പോൾ ഫൈനലി 8:30 ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട്. എന്തായാലും 8:30 ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഷോപ്പിൽ കാണാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ നല്ല പാൽ ചായ ഗൈസ്. അപ്പോൾ നമ്മൾ പാൽ ചായ ഇങ്ങോട്ട് കുടിക്കുകയാണ് ഗൈസ്. 8 മണിയൊക്കെ ആയല്ലോ. അങ്ങനെ ഞാനും എൻ്റെ അനിയനും കൂടെ അങ്ങനെ നമ്മൾ ഈ ചായ ആയിട്ട് കുടിക്കുകയാണ് ഗൈസ്. എൻ്റെ ചായ തീർന്നു ഗൈസ്. ചായക്ക് ശേഷം നമ്മളെന്താ ഗൈസ് നല്ല തണുത്ത 2 സിപ്പപ്പ് കൂടെ വാങ്ങി. അപ്പോൾ അതാ നിങ്ങൾ എന്നെ നോക്കിക്കോളൂ, ഇപ്പോൾ 11:40 ആയിരിക്കുകയാണ്. ഓക്കെ 2:29 ആയി. അപ്പോൾ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ഒരു വെറൈറ്റി ഫുഡാണ് ഗൈസ്. ചോറും മുട്ട ആംപ്ലേറ്റും പിന്നെ കുറച്ച് മിച്ചറുമാണ് ഗൈസ്. നമ്മൾ വെറൈറ്റി ആക്കുകയാണ്. പിന്നെ നല്ല തണുത്ത വെള്ളവും ഉണ്ട് ഗൈസ്. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ചോറ് വെറൈറ്റി സാധനങ്ങളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെന്താണ് ഇന്ന് നമ്മളെ ചലഞ്ച് ആയതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ആക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഫുഡ് നമ്മൾ പ്ലാൻ ആക്കിയിട്ടുള്ളത്. സാധനം പൊടി പൊടി. അപ്പോൾ എന്തായാലും ചോറ് തന്നെ കാണാം ഗായ്സ്. അപ്പോൾ ഇതാ ഫൈനലി 5:27 ആയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ ഉറങ്ങാണ്ട് ഇതൊക്കെ ഗൈസ് കണ്ണൊക്കെ ചോന്നിട്ട് ഒരുമാതിരി ഒരു ഇതായിപ്പോയി ഗൈസ്. അപ്പോൾ എന്തായി ഗൈസ്, ഇപ്പം 5:20 എത്ര ആയി. അപ്പോൾ 6 മണിയൊക്കെ ആവാനായി. അപ്പോൾ നമുക്ക് എന്തായാലും ചായ പിടിക്കാം ഗൈസ്. അപ്പോൾ ഇതാ നമ്മൾ നല്ല
പാൽ ചായ മധുരമൊക്കെ കുറച്ചിട്ടാണ് കുടിക്കുന്നത്. മധുരം കുറച്ചിട്ട് തന്നെ മധുരം അത്ര ഇല്ല, തീരെ ഇല്ല എന്ന് പറഞ്ഞാൽ പറയാം. അപ്പോൾ നമ്മൾ ഈ ചായ കൂടെ കുടിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നല്ല ഗൈസ് 8 മണിക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം. 8 മണിയായിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് തന്നെ ഗൈസ് ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾ നേരത്തെ സമയം കണ്ടിട്ട് 8 മണിയായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി എന്താ പരിപാടി എന്ന് പറയുകയാണെങ്കിൽ രാത്രി ഫുഡ് കൂടി കഴിക്കണം. അതിനുശേഷം 9 മണി 10 മണി 11 മണി 12 മണി ഗൈസ്. അപ്പോൾ 12 മണി വരെ ഇനി 4 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരം എന്താ ഗൈസ് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ രാത്രിയത്തെ ഫുഡ് എന്ന് പറയുന്നത്. നേരത്തെ അതേ ചോറും പിന്നെ നല്ല ഉരുളക്കയും കറിയും ബുൾബുസൈഡിന്റെ കഷ്ണാക്കി നമ്മൾ വെറൈറ്റി ആക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിതാ രാത്രിയത്തെ ചോറ് എന്നാണ്. ഇപ്പോൾ ഒരു 8:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്താ ഇനി 9 മണി 10 മണി 11 മണി 12 മണി 4-5 മണിക്കൂറായിട്ടുള്ളൂ ഗൈസ്. അടിപൊളി ഗൈസ് കറി. അപ്പോൾ ഗൈസ് ചോറൊന്നും ഇല്ല, നമുക്കൊരു 10 മണിയൊക്കെ ആകുമ്പോൾ കാണാം. എന്താ വെച്ചാൽ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞാകുമ്പോഴത്തേക്ക് ഒരു 10 മണിയൊക്കെ ആവും. അപ്പോൾ കാണാം ഗൈസ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക സൗണ്ടൊക്കെ പോയി, ജലദോഷമൊക്കെ ആയി. അപ്പോൾ ഇതാ 10:15 ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി 2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചലഞ്ച് എന്തായാലും കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്തായാലും ഗൈസ് 12 മണിക്ക് നമുക്ക് എന്താക്കാം വീണ്ടും കാണാം. അപ്പോൾ ഫൈനലി ഇതാ 12:15 ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എന്താ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ, വൈൻഡപ്പ് ചെയ്യാണ്. ശരിക്കും എന്നാൽ ഭയങ്കര തലവേദന ജലദോഷം എല്ലാം കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അതൊരു വല്ലാത്ത ടാസ്ക് ആയിരുന്നു. ഒരുമാതിരി തലവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഉറങ്ങിയതിനു ശേഷം നാളെ എഡിറ്റൊക്കെ ആക്കിയതിനു ശേഷം ഈ വീഡിയോ വരുന്നതാണ് ഗൈസ്. ഇനി മുമ്പിട്ട് വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ സൈനിങ് ഔട്ട് മിൻഹു ട്യൂബ്.